നർമ്മദ നദിയിലൂടെ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ കണ്ടോ, ഇവിടെ വന്നു കണ്ടോ. അതുപോലെ നമുക്കിൻ്റെ താഴെയാണ് ഹൈറ്റ് വരുന്നത്. कार्मिक जनगण से था उसको. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ അവിടുന്ന് തന്നെ അടുത്തൊരു വീഡിയോ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റാച്യുവിൻ്റെ അകത്തോട്ട് പോകണം. അകത്ത് കയറിയിട്ട് അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലൂടെ ഏറ്റവും മുകളിൽ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരെ നമ്മൾ പോവും. അവിടെയും കാഴ്ചകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാഴ്ചകൾ ഇന്ന് മുഴുവൻ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ അകത്തായിട്ട് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ നിർമ്മാണ സമയത്തുള്ള കുറേ ഫോട്ടോസ്, പിന്നെ ഇവിടെയുള്ള ഗ്രാമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നർമ്മദ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു തല മാത്രമായിട്ടുള്ള ഒരു സ്റ്റാച്യു, പിന്നെ ഈ ഒരു വലിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ മാതൃകയിലുള്ള ഒരു ചെറിയ സ്റ്റാച്യു. അതുപോലെ ഇവിടെയായിട്ട് ഈ ഒരു സ്റ്റാച്യു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. एक बड़ी चुनौती थी कि इस अप्रतिम प्रतिमा के लिए स्थान कौन सा चुना। ये मूर्ति कैसी बनेगी, इतनी धातुओं को मिलाना हो। सरदार साहब ने एक काम किया था, वही 7 रुपए के डागों पर साकार होने लगा एक ऐसा गगनचुंबी स्वप्न जिसे देख दुनिया चकित थी। ये सोचकर ही मन रोमांचित होने लगा कि इस विशाल मूर्ति के ऊपर से सरदार स्मारक विश्व भर के यात्री അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ കാണാൻ പറ്റും. രണ്ട് സൈഡിലായിട്ടും നമുക്കത് കണ്ടോ, മേക്കിംഗ് ഓഫ് ദി സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഓരോ ടൈമിലുള്ള കാര്യങ്ങളിവിടെ വീഡിയോസായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വ്യൂയിങ് ഗാലറിയിലോട്ട് നമ്മൾ അതുവഴിയാണ് പോകേണ്ടത്. പിന്നെ ഇവിടെയൊക്കെ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇത് ഇക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ തന്നെ നമുക്കൊരു സഫാരി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾ, അതായത് നർമ്മദ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിഭാഗങ്ങൾ, അവരെന്തൊക്കെ ചെയ്യുന്നവരാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അങ്ങനെ മൊത്തം നമുക്ക് കണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ സമയമെടുത്ത് കാണേണ്ടതാ. ഇവിടെ ആയിട്ടൊരു തിയേറ്റർ ഉണ്ട്. ഇതിൽ ഈ ഒരു നർമ്മദ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു സ്റ്റാച്യു ഇവിടെ വന്നത്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, എത്ര സമയം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു തിയേറ്റർ സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിരുന്ന് അത് കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇത് ഈ സ്റ്റാച്യൂയുടെ ഇനാഗുറേഷൻ ടൈമിലെടുത്ത ഫോട്ടോസ്, റൺ ഫോർ യൂണിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാം, മുകൾ വ്യൂയിങ് ഗാലറിയിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് വന്നിട്ട് ഇവിടെയുള്ള ബാക്കി കാഴ്ചകൾ കാണാം. ഭക്ഷണവും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഇവിടെയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ ഇങ്ങോട്ട് കയറി ഇനി നമ്മൾ വ്യൂയിങ് ഗാലറിയിലോട്ടാണ് പോകുന്നത്. മുകളിൽ നമ്മളിതവിടെ എൻ്റെ ഏറ്റവും മുകളിലായിട്ട് വ്യൂയിങ് ഗാലറിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഞാൻ കാണിച്ചു തരാം.
നേരത്തെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് കണ്ടില്ലായിരുന്നോ, എഴുതി വെച്ചത് നദിയുടെ അപ്പുറത്തായിട്ട് നല്ല ഫോഗ് ഉണ്ട് പുറത്ത്, അതാണ് നമുക്കത്ര വ്യൂ കിട്ടാത്തത്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. നല്ല ഫോഗാണ് പുറത്ത്, അതുകൊണ്ട് വ്യൂ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. കണ്ടോ, അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും, ആ ഭാഗത്ത് നമ്മൾ നടന്ന് ഇതുവഴി ഇങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിലോട്ട് ആ ഒരു വണ്ടി വരുന്നത് കണ്ടോ. അതാ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നർമ്മദ നദി കാണാൻ പറ്റും. 182 മീറ്റർ ഉയരമുള്ള ഒരു സ്റ്റാച്യുവിൻ്റെ 152 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ആലോചിച്ച് നോക്കി, ഏകദേശം 500 അടി ഉയരത്തിൽ ഒരു സ്റ്റാച്യുവിൻ്റെ ഉള്ളിലായിട്ട്. ഞാൻ താഴേന്ന് നിങ്ങൾക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന വ്യൂയിങ് ഗാലറി എവിടെയാണ്, ഏകദേശം ചെസ്റ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു വ്യൂയിങ് ഗാലറി വരുന്നത്. ആലോചിച്ച് നോക്ക്, എത്ര ഉയരത്തിലാ കണ്ടോ. ഇവിടെ മൊത്തം നമുക്ക് പുറത്തോട്ട് നർമ്മദ നദി, അവിടെയായിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയത്, നമ്മളിങ്ങോട്ട് വന്ന ഭാഗം, നർമ്മദ ഡാം, ഇതൊക്കെ കാണാൻ പറ്റും. നർമ്മദ നദിയിലൂടെ താഴെ ബോട്ട് പോകുന്നുണ്ടോ, നല്ല ഫോഗ് ഉണ്ട് പുറത്ത്, അതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. സൂര്യൻ്റെ പ്രതിബിംബം നർമ്മദ നദിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സ്റ്റാച്യുവിൻ്റെ ഭാഗങ്ങൾ കണ്ടോ. ഇവിടെ താഴോട്ട് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ കണ്ടോ. കണ്ടോ, ഇതൊക്കെ ഈ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളാണ്. ഇവിടെ പുറകു ഭാഗത്തായിട്ടും ഒരു വ്യൂ ഉണ്ട്. അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന റോഡൊക്കെ കാണാൻ പറ്റും. ആ റോഡ് വഴിയാണ് നമ്മൾ ബസ്സിൽ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവിടെയായിരുന്നു നമ്മൾ പോയ വ്യൂയിങ് ഗാലറി ഉള്ളത്. ഇവിടെയൊക്കെ സ്റ്റാച്യുവിൻ്റെ ഉൾഭാഗമാണ്. കണ്ടോ, സ്പീഡിലുള്ള ലിഫ്റ്റ് ആട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് മുകളിലെത്തും, പെട്ടെന്ന് താഴെത്തും. നമ്മൾ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ടു. ഇനിയിപ്പം നേരെ പുറത്തോട്ട് വന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ഓരോ പ്രത്യേകം സെക്ഷനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മെൻറ്ററായിട്ട് മഹാത്മാഗാന്ധി ആയിരുന്നു. മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ ഡീറ്റെയിൽസ്, പിന്നെ അഹമ്മദാബാദ് പ്ലഡ്ജ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ മൂന്ന് ഭാഷകളിലായിട്ട് അതിവിടെ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും ഇവിടെ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. വെറുതെ വന്ന് പോകുന്നതിന് പകരം ഇതൊക്കെ നമ്മൾ സമയമെടുത്ത് വായിച്ച് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു പ്രതിജ്ഞ എടുക്കാൻ പറ്റും. നമ്മുടെ പ്രതിജ്ഞ അവിടെ ആ ഒരു സ്ക്രീനിൽ കാണിക്കും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അത് എൻ്റർ ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി ഞാൻ എൻ്റർ ചെയ്യാൻ പോവാം. ഇതിൽ നമുക്ക് കുറേ പ്രതിജ്ഞകളുണ്ട്. അതിലേതൊക്കെ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് 1 സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ കണ്ടോ,
ഇവിടെ വന്നു. ഇതുപോലെ നമുക്കിവിടെ വന്നിട്ട് ഓരോ പ്രതിജ്ഞ എടുക്കാൻ പറ്റും. അതവിടെ സ്ക്രീനിൽ കാണിക്കും. ഇനിയിപ്പം അടുത്ത ആൾ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വഴിക്ക് പോയി വരും. കുറേ പേര് കണ്ടോ, ഓരോരുത്തർ ഇവിടുന്ന് അഹമ്മദാബാദിൽ നിന്ന് വന്ന്, കോയമ്പത്തൂരിൽ നിന്ന് വന്ന സുമതി, ബാക്കിയൊക്കെ അഹമ്മദാബാദ്, പർഡി, വിഷ്ണു ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഉള്ളിലും മുകളിൽ വ്യൂയിങ് ഗാലറിയിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞാനൊരു 1 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന മാത്രമല്ല, നമ്മൾ വന്ന് കാണുമ്പം വീഡിയോ എടുക്കാതെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ അല്ലാണ്ട് സ്പെൻഡ് ചെയ്തതാണ്. നമ്മളതിൻ്റെ പുറമേ ആയിട്ടുള്ള താഴത്തെ ഭാഗത്തോട്ടപ്പം വന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇപ്പോഴേ മനസ്സിലാവുള്ളത് എത്രത്തോളം വലുതാണ് എന്ന് കാണിച്ചു തരാം. വെയിൽ വരുന്നുണ്ട് ചെറുതായിട്ട്, ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിത് അവിടെ ദൂരെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് നടന്നു വന്നത്. എന്നിട്ട് ഇതുവഴി വന്ന് നമ്മൾ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ കണ്ടോ, അവിടെ ആയിട്ടാണ് നമ്മൾ നേരത്തെ നിന്ന വ്യൂയിങ് ഗാലറി വരുന്നത്. അത്ര ഉയരത്തിൽ ആ ഒരു ബട്ടൻ്റെ താഴെയായിട്ട് ചെറിയ ഗ്യാപ്പുകൾ കണ്ടോ, അവിടെയായിട്ട്. ഇനി നമുക്ക് ഇവിടുന്നും മുകളിൽ പോയിട്ട് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ താഴെ ഭാഗത്ത് നിന്നിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും. അത് പോവേണ്ടത് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, നല്ല ഭംഗിയിൽ അവരത് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ കാട്ടുചെടിയായിട്ട് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ച് കളയല്ലേ, അതിവിടെ ഇവർ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെഡ് കളറിലുള്ളൊരു സ്റ്റോണില്ലേ, ഈ റെഡ് സ്റ്റോൺ, അത് വെച്ചപ്പം നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. അത് നമുക്കിനി അതിൻ്റെ ആ താഴെ കാലിൻ്റെ ഭാഗത്തോട്ടില്ലേ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫുള്ളിങ്ങനെ എസ്കലേറ്ററുകൾ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറ്റമൊന്നും കയറാണ്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വന്ന പോലെ ബസ്സുകളുണ്ട് അവിടെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ബസ്സുകൾ പോകുന്നു. വലുപ്പത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട, ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇത് കണ്ടോ, ചെരുപ്പാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ ഒരു സ്റ്റാച്യൂവിൽ കാണുന്ന താഴത്തെ ചെരുപ്പാണ്. എൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ചെരുപ്പിന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുകളിലോട്ടുള്ള ഒരു വ്യൂ. ഇത് കണ്ടോ, ഇതാണ് ആ ചെരുപ്പ്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു വിരലാണിത് ഈ കാണുന്നത്. എന്നിട്ട് അവർ നടന്നു വരുന്നുണ്ടോ, ആ ഒരു ചെരുപ്പിൻ്റെ താഴെയാണ് ഹൈറ്റ് വരുന്നത്. എന്താ ഇതിപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടോ, ആളുകളും ഇതും തമ്മിൽ. ഇനി മുകളിലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. അവരവിടെ നിൽക്കുന്ന നോക്ക്. ಅದು ಎಕ್ಸ್ಟ್ರಾ ಬರೋದಲ್ಲ ಸರ್, ಕಾಸಾಗೋದಿಲ್ಲ. ഇവിടെയായിട്ട് ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. പക്ഷേ നല്ല കത്തി റേറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കഴിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒരു മസാല ദോശയ്ക്ക് 300 രൂപ താങ്ങാൻ പറ്റൂല. അപ്പോൾ നമുക്ക് പക്ഷേ നല്ല സൗകര്യത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ ഓരോ ഷോപ്പിൻ്റെ ഓരോ റേറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര എഴുതി വെച്ചാലും നമുക്കിതാ കണ്ടോ, പ്ലെയിൻ ദോശ 260, മസാല ദോശ 300, അത് 220 ഗ്രാം. നമ്മൾ നോർമൽ മസാല ദോശ എൻ്റെ റേറ്റാണ് അത്. ഈ റേറ്റിൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും സമൂസ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇന്ന് നമുക്ക് വഴിതെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ് ഓരോ സ്ഥലങ്ങളിലോട്ടും പോകുന്ന ബസ് എവിടെയാണ് നിർത്തുക എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ ഓരോ സ്ഥലത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച്
സ്റ്റേഷനിലോട്ട് പോകാനാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പല സ്ഥലങ്ങളിലോട്ട് പോകാനാണോ, അതിനൊക്കെയുള്ള ഓരോ ബോർഡ് ഓരോ സ്റ്റോപ്പുകളായിട്ട് വേറെ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ബസ്സിൽ കയറി ഓരോ സ്ഥലത്തെത്താൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ അവിടെ നിന്നൊരു മാനുവൽ വാങ്ങിച്ചിട്ടുണ്ട്, അതിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും. ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് പോകുന്നത് ഇവിടെ ഒരു ജംഗിൾ സഫാരി ഉണ്ട്, അങ്ങോട്ടേക്കാണ്. പിന്നെ ഇവിടുത്തെ ഈ ബസ്സുകൾ ഫ്രീ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ഇത്തരത്തിലുള്ള ബസ്സുകൾ നമുക്ക് എല്ലാ സമയത്തും ഉണ്ട്. AC ബസ്സുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും പോയി കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫ്രീ ആയിട്ട് നമുക്ക് ഇത്രയും സ്ഥലങ്ങളിലോട്ട് ഇവർ ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ട്. എത്ര ബസ്സുകളാണ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളവിടെ സ്റ്റാച്യൂവിൻ്റെ അവിടെ നിന്ന് വന്നു. നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. വൈകിട്ട് നമുക്കിവിടെ ലേസർ ഷോ ഒക്കെ കാണാനുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാം. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ മാപ്പ് ഡീറ്റെയിൽസ് ഞാനതിപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് വാങ്ങിച്ചതാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോന്നും. അതിൽ നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും പോകുന്നില്ല, പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് പോയിട്ട് ഓരോന്ന് കാണാം. ഇത് സുവോളജിക്കൽ പാർക്കാണ്. അപ്പം കുറേ മൃഗങ്ങളെയൊക്കെ നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റും. കേബിൾ കാറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ കിട്ടുന്ന പറഞ്ഞത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ട് പോകുന്നത് ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്തായിട്ട് തന്നെയുള്ള സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് കൂടെയുള്ള ഒരു ജംഗിൾ സഫാരിയാണ്. അപ്പം ഞാൻ ഓരോ മൃഗങ്ങളുടെയും പേരോ ഡീറ്റെയിൽസോ ഒന്നും ഇങ്ങനെ എടുത്ത് പറഞ്ഞു പോകുന്നില്ല. നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകളും മെല്ലെ മെല്ലെ കണ്ടു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് മൃഗങ്ങൾ, പക്ഷികൾ, പാമ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഒരു 2-3 മണിക്കൂർ എടുത്തിട്ട് നമുക്ക് കാണാനുള്ള അത്രയും കാര്യങ്ങൾ ഈ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് പറഞ്ഞു പോകാമെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ഈ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ വീഡിയോ തന്നെ ഒരു എപ്പിസോഡായിട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകൾ ചിലതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ടതാണ്. കാരണം സൂ ഒക്കെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വീഡിയോ കൂടെ കാണുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ വന്ന് കാണേണ്ടതാണ്. ഇഷ്ടം പോലെ പക്ഷികളും പാമ്പുകളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് തന്നെ കുറവാന്ന് പറയാം. ചില കൂടുകളിലൊക്കെ അവിടെ എന്തൊക്കെയോ റിനോവേഷൻ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കാലിയായിട്ട് കിടക്കുന്നുണ്ട്. അല്ലാണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പിന്നെ നല്ല വെയിലാണ്, അതൊരു പ്രശ്നമാണ്. ഉച്ചയായ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ആ വെയിലിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. കുറേ കാണാനുണ്ട് കേട്ടോ. 2.5 മണിക്കൂറെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാൻ മാത്രം കാര്യങ്ങൾ ഈ ഒരു സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വരുന്ന സമയത്ത് ഇവിടെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ചിലവഴിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കണ്ട് വൈകുന്നേരം ആ ഒരു ലേസർ ഷോ കൂടെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് പോവാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ബോട്ട് സഫാരി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മളിന്ന് സന്ധ്യയ്ക്ക് നടക്കുന്ന ആ ഒരു ലേസർ ഷോയും കൂടി കണ്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അകത്ത് കയറി ഒന്ന് ഓടിച്ച് കണ്ടതാ കാഴ്ചകളൊക്കെ. ഇനിയിപ്പോൾ ഇവിടുന്ന് നല്ല വെയിൽ വന്നു, നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം. ഇവിടെയായിട്ട് നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AC വെയിറ്റിംഗ് ഷെൽട്ടർ ഉണ്ട്. ബസ് ഇവിടെ വരും. ബസ് വരുമ്പം നമുക്ക് അത് കയറി പോകാൻ പറ്റും. കണ്ടോ, ഇവിടുന്ന് ഓരോ ഭാഗത്തേക്കും എല്ലാ സ്ഥലത്തുനിന്നും ബസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൂട്ട് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജ്യൂസ് വെൻഡിങ് മെഷീൻ ഉണ്ട്. അതായത് നമുക്ക് ഇതുവഴി പ്യുവർ ജ്യൂസ് എടുക്കാൻ പറ്റും. ഉണ്ടോ, നമുക്ക് കാണാം ജ്യൂസ് എങ്ങനെ വരുന്നത്, എല്ലാ സെറ്റപ്പും, അതിൻ്റെ ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ ഒരുപാട് പൂക്കൾ കാണാൻ പറ്റും, ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ട് പോവാം. ഇപ്പം നിൽക്കുന്നത് ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലാണ്. എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് സ്റ്റാച്യൂവിൻ്റെ ഒരു പകുതി കാണാൻ പറ്റും. അവിടെയായിട്ട് പിന്നെ ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ട് തീർക്കാനുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഡാം വ്യൂ പോയിൻ്റ് ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് പോകേണ്ടത്. ബോട്ടിങ് കഴിഞ്ഞിട്ട്
നമുക്കവിടെ ഒരു ലേസർ ഷോ കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളിവിടുന്ന് പോവുള്ളൂ. അപ്പം അന്നത് എല്ലാം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഒരുപാട് പൂക്കളുണ്ട്, നമുക്ക് കുറേ നേരം നടന്ന് കാണാണ്ട്. വെയിലുണ്ട്, എന്തായാലും വെയിൽ കൊള്ളുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് എല്ലാ സ്ഥലവും ഇങ്ങനെ നടന്നു പോകുന്നത്. പല വെറൈറ്റിയിലുള്ള റോസാപ്പൂക്കൾ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ പൂക്കൾ കാണും, അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നല്ലാണ്ട് അത്രത്തോളമൊന്നും ഇങ്ങനെ നോക്കി ചിലരുണ്ടല്ലോ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് എല്ലാ പൂക്കളുടെയും പേര് കറക്റ്റായിട്ട് അറിയണ്ടാവും. നമ്മൾ ഈ ഇഷ്ടമുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പറ്റും. നമുക്കിങ്ങനെ നടന്ന് പൂക്കളുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം. ഏതൊക്കെ വെറൈറ്റി എന്താണെന്നൊന്നും വലിയ പിടുത്തമില്ലെങ്കിലും നമുക്ക് കാണാമല്ലോ. സൂര്യകാന്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഉണ്ടാവുമായിരിക്കും, നോക്കാം. അവിടെ നമ്മുടെ വെള്ള കടലാസ് പൂവില്ലേ, അതവിടെ കിടക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ കളറുള്ളൊരു പൂവ്, പിന്നെ ഒരു പിങ്ക് കളറുള്ള പൂവ്. ഇതിൻ്റെ ഒന്നും പേരറിയില്ല. വെയിൽ ആ ഭാഗത്ത് നിന്ന് അടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നമ്മളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നമ്മളവിടെ കാട്ടുചെടി പോലെ കാണാറുണ്ട് ഇത്. നമ്മുടെ ചെമ്പരത്തി, ഇതൊക്കെ നമ്മളവിടെ കോമൺ ആയിട്ട് കാണുന്ന പൂവുകളാണ് കൂടുതലുള്ളത്. ഒരുപാട് പൂക്കളുണ്ട്, പക്ഷെ പലതും നമ്മളെ നാട്ടിൽ നമ്മൾ കാണാറുള്ളതാണ്. ഇത് നമ്മളെവിടെയൊക്കെ ഉള്ളത് തന്നെ. അയ്യോ, ഇത് നല്ല രസമുണ്ട്, നോക്ക്. വെയിലുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു സുഖമല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറില്ലേ, ഓക്കെ, നമ്മുടെ കടലാസ് പൂവിൻ്റെ വേറൊരു വെറൈറ്റി. ഇതങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ. ഇവിടെ അതുപോലെ വന്നിരിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്ക് പോലെ ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യാം. നമുക്കിനി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ ആയിട്ട് കണ്ടോ, ഇത് യൂണിറ്റി ഗ്ലോ ഗാർഡൻ. ഇത് രാത്രിയാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക. രാത്രി ടൈമിൽ മൊത്തം ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റപ്പാണ്. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വാലി ഓഫ് ഫ്ലവേഴ്സ്. നമ്മളിവിടുത്തെ ബാക്കിയുള്ള വ്യൂ ഒക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ കുറച്ച് നേരത്തെ എത്തിയത്. അപ്പം നമുക്കിങ്ങനെ വെയിലത്ത് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഫുൾ ടൈം അവരിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബസ്സിലാണ് കയറിയത്. ഇവിടെ 1ാമത്തെ നമ്പറിൽ സ്ഥലത്താണ്, ഫസ്റ്റ് നമ്പറിലാണ് ബോട്ടിങ്ങിന് പോകാനുള്ള ബസ് വരിക. 4ാമത്തെ നമ്പർ, അങ്ങനെ ഓരോ നമ്പർ ഓരോ സ്ഥലത്തോട്ടാണ്. ലാസ്റ്റ് 10ാമത്തെ നമ്പറിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള. അങ്ങനെയാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പം സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇവിടുത്തെ സൈറ്റ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആണ്. ഇല്ലെങ്കിൽ ഒരു ദിവസത്തെയും 2 ദിവസമായിട്ട് പാക്കേജ് ഉണ്ട്, അതും ബുക്ക് ചെയ്യാം. 2 ദിവസത്തെ ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ റൂംസും കിട്ടും, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ദിവസം 2 ദിവസം കാണാനുള്ളവർക്ക് അങ്ങനെ വരാം.
അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടും ടിക്കറ്റ് എടുക്കാം. എല്ലാ സ്ഥലത്തും സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് എല്ലാ ടിക്കറ്റും എടുക്കാൻ പറ്റും. ഒരു കൗണ്ടറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. എന്തായാലും ഒരു ദിവസം മൊത്തം നടന്ന് കാണാനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ബസ് എടുത്തിട്ടില്ല, 3:15 എടുക്കുമായിരിക്കും. എന്നിട്ട് 3:30 നമ്മളവിടെ ബോട്ടിങ് ടൈം, നമ്മുടെ സ്ലോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഞാൻ രാവിലെ പിന്നെ അവിടുന്ന് 2 വടാപ്പാവ് കഴിച്ചതാണ്. അപ്പം എന്തെങ്കിലും കഴിക്കണം. നമ്മളിപ്പോൾ ഇതാ ഇവിടെ ബോട്ടിങ്ങിന് വന്നതാണ്. ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നല്ല വെള്ളമുണ്ട്. നമ്മുടെ ബോട്ട് ഇതാ അവിടെ ഉണ്ട്. सुनना है और उसको याद रखना है। लाइफ जैकेट्स कंपलसरी है, पहन के ही रखना है। पूरी राइड खत्म होने तक आपको लाइफ जैकेट्स को नहीं निकालने हैं। इसके अलावा रेलिंग्स के पास हो वजन देके झुकना मना। ബോട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തു. ഇവിടുന്ന് പുള്ളി നമുക്കുള്ള നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുക. അതായത് പുഴയുടെ മീൻസ് ഇതിൻ്റെ അകത്തോട്ട്, ഡാമിൻ്റെ അകത്തോട്ട് നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിൽ ക്രൊക്കഡൈല് മുതലകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഓരോ സൈഡിൽ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാ കാണാനുള്ളത്, ആ കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി ഓരോ ഭാഗത്ത് എത്രയാണ് വെള്ളത്തിന്റെ ഉയരം, ഇവിടെ ആഴം എത്രയാണ്, ഓരോ സൈഡിൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയായിട്ടാണ് മെയിൻ കനാൽ വരുന്നത്. അവിടുന്ന് ആ ഭാഗത്തോട്ടായിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഡാമും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് പറയുന്നത്. ഈ ഒരു ഡാം വരുന്നതിന്റെ മുന്നേ ഇവിടെ ഇപ്പം വെള്ളം കയറിയ സ്ഥലത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു, പഞ്ചമൂലി. അത് പിന്നീട് ഇല്ലാണ്ടായി. കാരണം ഡാം കെട്ടിയപ്പം ആ സ്ഥലം മൊത്തം വെള്ളം കയറിയിട്ട് അങ്ങനെ അതില്ലാണ്ടായി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ ഈ ഭാഗത്തുള്ള വെള്ളത്തിന്റെ ഇതൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണുന്നത് വിന്ധ്യപർവ്വതത്തിന്റെ ഭാഗങ്ങളാണ്. ഈ ഒരു വിന്ധ്യപർവ്വതം ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ട് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ അവിടെ എവിടെയായിട്ട് റെഡ് കളറിൽ ഇങ്ങനെ മാർക്കിംഗ് കാണുന്നില്ലേ, അത് ഇവിടെ സീ പ്ലെയിൻ ഉണ്ട്. സീ പ്ലെയിനിന്റെ ട്രാക്കാണ്. സീ പ്ലെയിൻ വന്ന് ഇറങ്ങുന്ന ഭാഗത്തിനെയാണ് ആ 2 ഇത് മാർക്ക് ചെയ്തത്. അതിന്റെ ഇടയിലാണ് സീ പ്ലെയിൻ വന്ന് ഇറങ്ങുക. അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സീ പ്ലെയിൻ സർവീസ് ഉണ്ട്. ആ ഒരു സീ പ്ലെയിൻ വന്ന് ഇറങ്ങുന്ന ഭാഗമാണ് അവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തത്. അവിടെയൊക്കെ കാണാം. നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബോട്ടിംഗ് എന്ന് വെച്ചാൽ നർമ്മദ ഡാമിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ്. നമുക്ക് സ്റ്റാച്ചു കണ്ടുകൊണ്ടുള്ള ബോട്ടായിരുന്നു വേണമെങ്കിൽ നമ്മൾ ക്രൂയിസ് ആയിരുന്നു എടുക്കേണ്ടത്. പക്ഷെ അതിന് നല്ല പൈസ ഉണ്ട്. അതിനത്ര 1000 രൂപയോ മറ്റോ ആണ്. ഇതിന് 300 ഞാനത് 1000 കണ്ടതുകൊണ്ട്, പക്ഷെ അത് എനിക്ക് വലിയ വർത്തായിട്ട് തോന്നില്ല. നമുക്ക് ആ സ്റ്റാച്ചു കാണാൻ പറ്റുന്നേ ഉള്ളൂ. അതും അരമണിക്കൂറാണ്, ഇതും അരമണിക്കൂറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തൂടെ ആയിരിക്കും പോകാന്ന്. പക്ഷെ അല്ല, ഇത് നമുക്ക് നോർമലായിട്ടുള്ളൊരു ബോട്ടിങ്. അവിടെയായിട്ടാണ് ഈ ഒരു നർമ്മദ പ്രൊജക്ടിന്റെ കനാൽ വരുന്നത്. ആ ഒരു കനാൽ വഴിയാണ് ഈ ഒരു ഡാമിലെ വെള്ളം പല സ്ഥലങ്ങളിലേക്കും കൃഷിക്ക് എത്തിക്കേണ്ടത്.
पहाड़ी के पास आपको स्टेचू का थोड़ा सा व्यू दिखेगा दूर, ഇവിടെ സൂര്യനുണ്ട്. जो मेन नर्मदा नदी के बीच सरदार वल्लभ भाई पटेल जी की അതുപോലെ നിങ്ങൾ അവിടെ കാണുന്നത് 182 मीटर हाइट ഹൗസ് ബോട്ടാണ്. അതും നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ഒന്ന് താമസിക്കാൻ പറ്റും. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് സ്റ്റാച്യുവിൻ്റെ ഒരു ഭാഗം കാണാം അങ്ങ് ദൂരെ. കണ്ടോ ഹൗസ് ബോട്ടിൻ്റെ പുറകിലായിട്ട് ഇത്രയും ദൂരെയാ. और राइट साइड में इस तरफ അതിലൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ടോ? इस तरफ बैठ जाएगा आपके, ठीक है। ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് പ്രൊജക്ട് മാപ്പിംഗ് ഉണ്ടാവുക, അതായത് ലേസർ ഷോ കാണാനുള്ളത്. ഇവിടെയുള്ള ഈ ബെഞ്ചുകളുണ്ട്, ഇതൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. അങ്ങ് ബാക്കിൽ അവിടം വരെ ഉണ്ട്. 6 മണിക്ക് ആളുകളൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും. സൂര്യനൊക്കെ അസ്തമിച്ചു മീൻസ് ഇവിടുന്ന് കാണാണ്ടായി. ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ലേസർ ഷോ ഇപ്പോൾ തുടങ്ങും. എന്താ ഫുള്ളായി, മൊത്തം ആൾക്കാരായി. कृषक कार्मिक जनगण से था उसको प्यार अपार, अखिल देश ने उसे रहनुमा किया था स्वीकार। गांधी बापू का शिष्य, सत्य अहिंसा का अवतार, किंतु एक भारत करने को धर लेता हथियार। लौह पुरुष संबोधन था वो लोहे की दीवार। तेज पुंज तुम, शक्ति पीठ तुम, बल का सागर अपरंपार। ऋणी देश का नम्र नमन तुम स्वीकारो सरदार। करमसद गांव के इस बहादुर देशभक्त किसान और उनकी पत्नी लाडबाई के 5 बेटों और 1 बेटी में से चौथे पुत्र थे वल्लभ भाई। 87,000 किसानों को ऐसा अटल अडिग अचल मनोबल दिया कि अंग्रेजी सरकार हिल गई और 1 बरस के बाद उनका लगान माफ कर दिया गया। अब तो पूरे देश में लोग वल्लभ भाई के नाम की कस्में खाने लगे। स्वयं महात्मा गांधी ने कहा, अब वल्लभ भाई मेरे शिष्य या साथी नहीं, सारे देश के सरदार हैं और देश को मिल गया एक अनोखा असरदार। स्वतंत्रता के स्वप्न के सच होने के साथ अब सरदार पर कई एक नई जिम्मेदारियां थी। आने वाली आजादी की तैयारी और एक नए भारत के लिए नए लोकतांत्रिक संविधान की संरचना के योगदान और विश्वास से ही बनेगा एक भारत श्रेष्ठ भारत। एकता का स्मारक है, एकता का संदेश है कि भाषा अनेक, भाव एक, राज्य अनेक, राष्ट्र एक, पंथ अनेक, लक्ष्य एक, बोली अनेक, स्वर एक,
रंग अनेक, तिरंगा एक, समाज अनेक, भारत एक, रिवाज अनेक, संस्कार एक, योजना अनेक, मकसद एक, कार्य अनेक, संकल्प एक, राह अनेक, मंजिल एक, पहनावा अनेक, प्रतिभा एक, चेहरे अनेक, मुस्कान एक। ये एकता का संदेश लेकर के हम चले। और भाइयों बहनों, ये भारत की विशेषता है, विविधता में एकता। यही भारत की विशेषता है। ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ട് ഇവിടെയായിരുന്നു. രാവിലെ നമ്മൾ അവിടെ സ്റ്റാച്യുവിൻ്റെ അകത്ത് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ താഴെ പോയി. പിന്നെ ഇവിടെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടു. പിന്നെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി. പിന്നെ ഇവിടെയുള്ള ഒരു പ്രൊജക്ഷൻ മാപ്പിംഗ് കണ്ടു. ഒക്കെ കഴിഞ്ഞ് ഒരു ലേസർ ഷോ ആയിരുന്നു, അത് നമ്മൾ കണ്ടു. അടിപൊളിയായിട്ടുള്ളൊരു ലേസർ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ലൈറ്റ് ഷോ ഉണ്ട്, പക്ഷെ അത് എനിക്ക് 8:30-ക്കാണ്. അതിന് പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ട്രെയിന് മിസ്സാവും. അപ്പോൾ അത് നമ്മൾ കാണുന്നില്ല. അതിവിടെ നിൽക്കുകയാണെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്ന്. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.